ചതിക്കപ്പെടുന്ന ചില സഹോദരിമാർ എന്നതാണ്. അത് വിശാലമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. സഹോദരിമാർ ചതിക്കപ്പെടുന്ന, കൂടുതലായി ചതിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് സഹോദരിമാരെ കുറിച്ച് മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ശാരീരികമായും മാനസികമായും പുരുഷനെ പോലെയല്ല, പുരുഷനെ പോലെ അത്ര ശക്തമല്ല സ്ത്രീയുടെ പ്രകൃതി. സ്ത്രീയുടെ പ്രകൃതി പുരുഷനെ പോലെ ശക്തമായ പ്രകൃതിയല്ല, ശാരീരികമായും മാനസികമായും. അതുകൊണ്ട് ചതിക്കപ്പെടാനേറെ സാധ്യതകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് പളുങ്കുപാത്രം പോലെയാണ് പെണ്ണെന്നാണ്. പളുങ്കുപാത്രം ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അഞ്ചഷ എന്നായിരുന്നു ആ ചെറുപ്പക്കാരന്റെ പേര്, അഞ്ചഷ. അദ്ദേഹം നന്നായി പാട്ടുപാടാൻ കഴിവുള്ള ആളായിരുന്നു. വളരെ മനോഹരമായി താളാത്മകമായി പാട്ടുപാടാൻ കഴിവുള്ള ആളായിരുന്നു അഞ്ചഷ. അങ്ങനെ ഒരിക്കൽ ഒരു യാത്രാസംഘം മുന്നോട്ട് പോവുകയാണ്. ആ സംഘത്തിൽ ധാരാളം സ്ത്രീകളുമുണ്ടായിരുന്നു. അപ്പോൾ ഈ അഞ്ചഷ എന്ന ചെറുപ്പക്കാരൻ പാട്ടുപാടാൻ തുടങ്ങി. അതിമനോഹരമായി പാട്ടുപാടും, താളാത്മകമായി പാട്ടുപാടും. ആ പാട്ടിൻ്റെ താളാത്മകതക്കനുസരിച്ച് ഒട്ടകം സ്പീഡിൽ യാത്ര ചെയ്യും. പാട്ട് മനോഹരമായി പാടുമ്പോൾ ഒട്ടകം നടത്തത്തിൽ സ്പീഡ് കൂട്ടും. ഉടനെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അഞ്ചഷി എന്ന പാട്ടുകാരൻ മനോഹരമായി താളാത്മകമായി പാട്ടുപാടിയപ്പോൾ, ഒട്ടകം നല്ല സ്പീഡിൽ യാത്ര ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഹബീബായ നബി തങ്ങൾ പറഞ്ഞ ഒരു വാക്കുണ്ട്, യാ അംജഷ റിഫ്ഖൻ ബിൽ ഖവാരീർ. അഞ്ചഷ റിഫ്ഖൻ ബിൽ ഖവാരീർ, ഒന്ന് പതുക്കെ ആശ്വാസത്തോടുകൂടെ പാടൂ. നിന്റെ പാട്ടിന്റെ ഹരം കൂടുമ്പോൾ ഒട്ടകം എത്ര സ്പീഡിലാണ് യാത്ര ചെയ്യുന്നത്. റിഫ്ഖൻ ബിൽ ഖവാരീർ. ഈ യാത്രാ സംഘത്തിൽ ഒരുപാട് പളുങ്കുപാത്രങ്ങളുണ്ട്. അതുകൊണ്ട് ഒന്ന് അവധാനത കാണിക്കണം, സാവകാശം പാടണം. ഇവിടെ ശ്രദ്ധിക്കണം, പെണ്ണിനെ ഖവാരീർ പളുങ്കുപാത്രത്തോടാണ് ഉപമിച്ചിട്ടുള്ളത്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അപ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, പുരുഷനെ പോലെ അതിശക്തമായൊരു പ്രകൃതിയല്ല പെണ്ണിന്റെ പ്രകൃതി. ശാരീരികമായും മാനസികമായും പലതരത്തിൽ ചതിക്കപ്പെടും. പ്രത്യേകിച്ച് ഈ ഓൺലൈൻ കാലഘട്ടങ്ങളിലൊക്കെ പല വിധത്തിലുള്ള ചതികൾക്ക് സഹോദരിമാർ ഇരയാവാൻ ഏറെ സാധ്യതയുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കട്ടെ. എന്നാൽ ഭർത്താവിൻ്റെ ബാധ്യതകൾ വിശദീകരിച്ച്, എങ്ങനെയാവണം മാന്യനായൊരു ഭർത്താവ് എന്ന് വിശദീകരിച്ച് അതിൻ്റെ രണ്ടാം ഭാഗം പറയുന്നിടത്ത് ചതിക്കപ്പെടുന്ന ഭാര്യമാരെ കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാനുള്ളത്. എങ്ങനെ ചതിക്കപ്പെടുക? പലതരത്തിൽ ചതിക്കപ്പെടാറുണ്ട്. എന്നാൽ നമ്മുടെ സദസ്സിലൊക്കെ പങ്കെടുക്കുന്ന ചില സഹോദരിമാർ തന്നെ പലപ്പോഴും ചതിക്കപ്പെടുന്നത് അവരുടെ ആരാധനയുടെ കമ്മി കൊണ്ടല്ല, അവരുടെ ഇബാദത്തിന്റെ കുറവ് കൊണ്ടല്ല. നിസ്കാരത്തിന്റെ കാര്യത്തിലും വിശുദ്ധ ഖുർആൻ പാരായണത്തിന്റെ കാര്യത്തിലും ദിക്റുകളുടെ കാര്യത്തിലും മറ്റുള്ള പല ഇബാദത്തിന്റെ കാര്യത്തിലും ഏറെ ശ്രദ്ധിക്കുന്ന ചില സഹോദരിമാർ ഭർത്താവിനോടുള്ള ബാധ്യത നിറവേറ്റുന്ന വിഷയത്തിലാണ് അവർ ചതിയിൽ പെട്ടുപോകുന്നത്. ഭർത്താവിനോട് മോശപ്പെട്ട നിലയിൽ പെരുമാറുക, ഭർത്താവിനോട് മോശപ്പെട്ട നിലയിൽ സംസാരിക്കുക, ഈ സ്വഭാവം കൊണ്ടാണ് പലപ്പോഴും പല ഭാര്യമാരും ചതിക്കപ്പെടുന്നത്. വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ഒരുപാട് നിസ്കരിക്കുന്നു, ഒരുപാട് ഖുർആൻ ഓതുന്നു, പരിധിക്കപ്പുറം ദിക്റുകൾ ചൊല്ലുന്നു, നോമ്പെടുക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നുവെങ്കിലും ചിലപ്പോൾ ഒരൊറ്റ വാക്കുകൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യമുണ്ടാകും. ആ ഒരു ബോധക്കുറവ് സഹോദരിമാരെ നമ്മുടെ കൂട്ടത്തിൽ പലർക്കുമുണ്ട്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഒരു ഹദീസ് ശ്രദ്ധിക്കുക.
അന്ന അബ്ദുർറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഖാൽ, മഹാനായ അബ്ദുർറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, സമിഅതു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, ഹബീബായ നബി തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടതാണ്. മുത്ത് റസൂല് പറയുന്നുണ്ട്, അയ്യും അംറഅത്തിൻ അദ്ഖലത അലാ സൗജിഹൽ ഗമ്മ ഫീ അംരിൻ നഫഖ ഔ കല്ലഫത്ഹു മാ ലാ യതീഖുഹു ലാ യുഖ്ബലുല്ലാഹു മിൻഹാ സർഫൻ വലാ അദ്ലാ. എന്താ ഹദീസിന്റെ അർത്ഥം? അയ്യും അംറഅത്തിൻ, ഇങ്ങോട്ട് ശ്രദ്ധിക്കേ, നമ്മളെ ബാധിക്കുന്ന വിഷയങ്ങളാണ് പറയുന്നത്. എങ്ങനെയാണ് പലപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ തന്നെ പലരും ചതിക്കപ്പെടുന്നത്, വഞ്ചിക്കപ്പെടുന്നത് എന്ന് ഈ ഹദീസ് ഒന്ന് നേരാവണ്ണം മനസ്സിലാക്കിയാൽ നമുക്ക് ബോധ്യപ്പെടും. എന്താ ഹദീസിന്റെ അർത്ഥം? അയ്യും അംറഅത്തിൻ, ഏതെങ്കിലും ഒരു പെണ്ണ്, ഒരു ഭാര്യ, അദ്ഖലത അലാ സൗജിഹൽ ഗമ്മ, തന്റെ ഭർത്താവിന് ടെൻഷൻ ഉണ്ടാക്കി, മാനസിക പ്രയാസമുണ്ടാക്കി, ഫീ അംരിൻ നഫഖ, ചെലവിന്റെ കാര്യത്തിൽ, ഭക്ഷണാവട്ടെ, വസ്ത്രാവട്ടെ, പാർപ്പിടമാവട്ടെ, ഇങ്ങനെ ചെലവിന്റെ കാര്യത്തിൽ തന്റെ ഭർത്താവിന് ഏതെങ്കിലും ഒരു പെണ്ണ് ടെൻഷൻ ഉണ്ടാക്കി, ഔ കല്ലഫത്ഹു മാ ലാ യുതീഖുഹു, അല്ലെങ്കിൽ ആ ഭർത്താവിനെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യം ചെയ്യാൻ അവൾ നിർബന്ധിച്ചു. സാമ്പത്തികമായി വലിയ പ്രയാസം അനുഭവിക്കുന്ന ആളാണ്. ഈ മനുഷ്യനോട് അയാൾക്ക് ഒരിക്കലും ചെയ്യാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു കാര്യം ചെയ്യാൻ, പണം ചെലവാക്കാൻ അവൾ നിർബന്ധിച്ചു. അങ്ങനെ മാനസികമായി ഇവളെ കൊണ്ടൊരു പ്രയാസം ആ ഭർത്താവിനുണ്ടായി. എന്നാൽ കേൾക്കേണ്ട സഹോദരാ, ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്, ലാ യുഖ്ബലുല്ലാഹു മിൻഹാ സർഫൻ വലാ അദ്ലാ, ആ പെണ്ണിൽ നിന്ന് ഒരു ഫർളോ സുന്നത്തോ ആയ യാതൊരു അമലും ജല്ല ജലാലായ അല്ലാഹു സ്വീകരിക്കില്ലെന്ന് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ചോൻ കാക്കട്ടെ. അപ്പൊ കൃത്യമായി നിസ്കരിക്കുന്ന പെണ്ണാണ്, മക്കളെ നന്നായി ശ്രദ്ധിക്കുന്ന പെണ്ണാണ്, ധാരാളം ദിക്ർ ചൊല്ലുന്ന പെണ്ണാണ്, പല സ്വഭാവ ഗുണങ്ങളുമുള്ള പെണ്ണാണ്. ഭർത്താവ് വീട് നിർമ്മാണം തുടങ്ങി. അവൾ ഭർത്താവിനോട് ഒരു കാര്യം നിർബന്ധിച്ചു, ഒരു നില പോരാ, ഒന്നുകൂടി വേണം, നമുക്കെന്തായാലും മുകളിൽ 2 റൂം നിർബന്ധമാണ്. അയാൾ പറഞ്ഞു, ഇപ്പോഴത്തെ സാഹചര്യം ഒരിക്കലും നടക്കും തോന്നില്ല, പ്രയാസാണ്, വലിയ കട ഉണ്ടാവും, വലിയ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അവൾ പറഞ്ഞു, അങ്ങനെ പറയരുത്, ഇതൊക്കെ ഇപ്പോൾ വീട് എടുക്കുമ്പോഴല്ലേ നടക്കുള്ളൂ, നിങ്ങൾ ലോൺ എടുത്താലും വേണ്ടിയില്ല, കടാക്കിയാലും വേണ്ടിയില്ല, എന്തായാലും വേണ്ടിയില്ല, മുകളിലേക്കും വേണം, നിർബന്ധമാണ്. എൻ്റെ ജ്യേഷ്ഠത്തിയുടെ വീട് അങ്ങനെയാണ്, അനുജത്തിയുടെ വീട് അങ്ങനെയാണ്, അവളുടെ കുടുംബക്കാരൊക്കെ അങ്ങനെയാണ്, ഒരു നിലയും കൂടിയുള്ള വീടാണ്, അതില്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം. അങ്ങനെ കടവും കള്ളിയുമായി ലോൺ എടുത്ത് കഷ്ടപ്പെട്ട് വീടുണ്ടാക്കി. പിന്നീട് ഭർത്താവിന് തോന്നി, വേണ്ടില്ലായിരുന്നു, കുടുങ്ങിപ്പോയി, ഉള്ള വാഹനങ്ങളൊക്കെ വിറ്റു, ഉള്ള സ്വർണ്ണമൊക്കെ വിറ്റു, പലരോടും കടം വാങ്ങി, അതുകൊണ്ട് കുടുങ്ങി, വലിയ പ്രയാസത്തിലായി. ഇവിടെ പെണ്ണ് നിസ്കരിക്കുന്ന പെണ്ണാണ്, പെണ്ണ് നോമ്പെടുക്കുന്ന പെണ്ണാണ്. പക്ഷെ ആ പെണ്ണിന്റെ ഇടപെടൽ കൊണ്ടും ആ പെണ്ണിന്റെ സഹകരണക്കുറവ് കൊണ്ടും ഭർത്താവിന് അതൊരു വിഷമായി, അതൊരു ടെൻഷനായി, അതൊരു അസ്വസ്ഥതയായി. എന്നാൽ ലാ യുഖ്ബലുല്ലാഹു മിൻഹാ സർഫൻ വലാ അദ്ലാ, ആ പെണ്ണിൽ നിന്ന് ഒരു ഫർളോ സുന്നത്തോ ഇലാഹായ റബ്ബ് സ്വീകരിക്കില്ലെന്ന് അഷ്റഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കാക്കട്ടെ. ഒന്നാമീൻ പറഞ്ഞേക്ക്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇതൊരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതുപോലെയുള്ള ചില സ്വഭാവങ്ങളൊക്കെ സഹോദരിമാരെ പലപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ പലർക്കും ഉണ്ടാവാറില്ലേ?
നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആരുടെയെങ്കിലും വിവാഹമോ വീട്ടിൽ കൂടലോ അനുബന്ധ വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എൻ്റെ ജ്യേഷ്ഠത്തി അത്ര നൽകിയിട്ടുണ്ട്, അനുജത്തി ഇത്ര നൽകിയിട്ടുണ്ട്, അവരൊക്കെ അത്ര കൊടുത്ത സ്ഥിതിക്ക് നമുക്കത് കൊടുക്കാതിരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് വാശി പിടിക്കുക. എന്നിട്ട് അതുകൊണ്ട് ഭർത്താവ് കിടന്ന് കഷ്ടപ്പെടുക. എന്നിട്ട് കടം വാങ്ങിയിട്ടോ പലിശക്ക് വാങ്ങിയിട്ടോ ആ കാര്യങ്ങൾ നിറവേറ്റേണ്ടി വരിക. ഇതൊക്കെ തന്നെയാണ് ഇവിടെ നിസ്കരിക്കുന്ന പെണ്ണാണെങ്കിലും നോമ്പെടുക്കുന്ന പെണ്ണാണെങ്കിലും മറ്റൊരുപാട് സുഹൃതങ്ങൾ ചെയ്യുന്ന പെണ്ണാണെങ്കിലും അവൾ ചതിക്കപ്പെടുകയാണ്, അവളുടെ അമലാണ് പൊളിഞ്ഞു പോകുന്നത്. അപ്പം ആ ഒരു വിഷയത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. മക്കൾക്ക് വാങ്ങുന്ന കാര്യത്തിലും ഭാര്യയുടെ ഭാഗത്ത് നിന്ന് ശക്തമായ നിർബന്ധമുണ്ടായി നിർവാഹമില്ലാതെ അവൻ വാങ്ങേണ്ടി വരിക. അതുകൊണ്ട് അവൻ പ്രയാസപ്പെടുക. ഇതന്നല്ലേ ഹദീസ്, أيما امرأة أدخلت على زوجها الغم في أمر النفقة. ചെലവിൻ്റെ കാര്യത്തിൽ ഒരു പെണ്ണ് ഭർത്താവിനെ പ്രയാസപ്പെടുത്തി, ഔ കല്ലഫത്ഹു മാ ലാ യുതീഖുഹു, കഴിയാത്തത് ചെയ്യാൻ അവൾ നിർബന്ധിച്ചു. അങ്ങനെയുള്ള പെണ്ണിന്റെ കാര്യമാ പറയുന്നത്. ലാ യുഖ്ബലുല്ലാഹു മിൻഹാ സർഫൻ വലാ അദ്ലാ. അവളെ ഫർളോ സുന്നത്തോ അള്ളാഹു സ്വീകരിക്കൂല. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അള്ളാഹു എല്ലാ കാര്യത്തിലും മിതത്വം പാലിക്കാനും ഖൈറിൻ്റെ മാർഗം തിരഞ്ഞെടുക്കാനും നമ്മുടെ കൂട്ടത്തിൽ എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ.